ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല അടിപൊളി ഒരു വർക്കൗട്ട് വീഡിയോ ആണ്. ഏത് പ്രായത്തിലുള്ളവർക്കും സ്ത്രീയോ പുരുഷനോ ആർക്കും വേണമെങ്കിലും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു 10 മിനിറ്റ് വർക്കൗട്ടാണ്. ഒരല്പം ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട വർക്കൗട്ടുകളാണ് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് വളരെ നല്ല ബെനിഫിറ്റ് ഈ വ്യായാമം ചെയ്താലുണ്ടാവും. അപ്പം നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ സ്ട്രൈറ്റായിട്ട് നിൽക്കുക, നേരെ നിൽക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഓരോ കൈകളായിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഉയർത്താം. ഭയങ്കര നല്ല ഒരുവിധം ഫാസ്റ്റായിട്ട് വേണം നിങ്ങൾ ഈ വർക്കൗട്ടുകൾ ചെയ്യാൻ. ഓക്കെ, വളരെ സ്ലോ ആയി പോരുത്, ഒരുവിധം ഫാസ്റ്റായിട്ട് നിങ്ങൾ മൂവ് ചെയ്യിപ്പിച്ചോളുക. നിങ്ങൾക്ക് ഒരു 25-30 പ്രാവശ്യം ഇതേപോലെ ചെയ്യാം. ഓക്കെ, വളരെ ക്വിക്കായിട്ടുള്ള മൂവ്മെൻറ്റ്സുകളാണ്. നിങ്ങളുടെ ബോഡി ഫ്ലെക്സിബിലിറ്റി, അതിനൊക്കെ മൊബിലിറ്റിയൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നല്ല എക്സസൈസുകളാണ്. രാവിലെ വെറും ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന വ്യായാമങ്ങളാണ്. നിങ്ങളുടെ എനർജിയൊക്കെ നല്ല രീതിയിൽ കൂട്ടാൻ സഹായിക്കും. അപ്പം രണ്ടാമത്തെ വ്യായാമം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്നത് പോലെ മുകളിലോട്ട് ഉയർത്താം, താഴോട്ട് കൊണ്ടുവരാം. 4, 5, 6, 7, 8 ഇതേപോലെ നിങ്ങൾ ഒരു 25-30 പ്രാവശ്യം നിങ്ങൾ ആവർത്തിക്കുക. ഇതേപോലെ നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഒന്ന് ഫ്രഷായിട്ട് വന്നിട്ട് നിങ്ങളുടെ റൂമിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളാണ്. നിങ്ങൾ ഒരു 10 ദിവസം തുടർച്ചയായിട്ട് ഈ വ്യായാമങ്ങൾ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം മൂന്നാമത്തെ വ്യായാമം എന്ന് പറയുന്നത്, നമ്മൾ കാലുകൾ മുമ്പോട്ട് ഇതേപോലെ മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ട് കൈകൾ മുകളിലോട്ട് ഉയർത്തുക. ഞാൻ ഈ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഓരോ കാലുകളായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മുടെ കൈകളും ഉയർത്തുക. ഇതേപോലെ ഒരല്പം ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 30 പ്രാവശ്യം ഇതേപോലെ ചെയ്യുക. കാലുകൾക്കും ഫുൾ ബോഡിയും ആക്ടിവേഷൻ ആവുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടമൊക്കെ നല്ല രീതിയിലാക്കാനൊക്കെ സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. അപ്പം നാലാമത്തെ വ്യായാമം ഇതാണ്. ഓക്കെ, അപ്പം വളരെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ കൈകൾ ഉയർത്തുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ഒരു കാലിൻ്റെ വിരലിൽ കുത്തിക്കൊണ്ട് ഞാൻ മുകളിലോട്ട് ഉയരുന്നുണ്ട്. ഒരേ സമയം തന്നെ ഞാൻ 3-4 വർക്കൗട്ടുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താണ്ട ഇതേപോലെ സ്റ്റാൻഡിങ് കാഫ് റൈസ് എന്ന് പറയുന്നൊരു വർക്കൗട്ടും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യുകയാണ്. ഈ ഒരു വ്യായാമം വളരെ നല്ല ഒരു വ്യായാമമാണ്. നിങ്ങളുടെ കാലിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കും. അത് കണക്ക് തന്നെ നിങ്ങളുടെ ഒരു ബോഡി ബാലൻസിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ഒരു വർക്കൗട്ട് സഹായിക്കും. അപ്പം നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഭിത്തിയോട് ചേർന്ന് നിന്നിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ ബാലൻസ് തെറ്റി വീഴാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു വർക്കൗട്ടും നിങ്ങൾ 30 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്യുക. ഓക്കെ, ആദ്യം നേരെ നിന്നിട്ട് ചെറുതായിട്ട് ബാക്കിലോട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ഓക്കെ ഫ്രണ്ടിലോട്ട് വന്ന് ഓക്കെ, ഇതാണ് ഈ വർക്കൗട്ട്. ഫ്രണ്ടിലോട്ട് വരിക, കൈകൾ ബാക്കിലോട്ട് കൊണ്ടുവന്നിട്ട് ഒന്ന് മുട്ടിക്കുക ഇതേപോലെ. ഓക്കെ, ഇതും നിങ്ങൾക്ക് 25-30 പ്രാവശ്യം ചെയ്യാം. ഈ ഒരു വർക്കൗട്ടും നിങ്ങളുടെ ഫുൾ ബോഡിയും ആക്ടിവേഷൻ ആക്കുന്നുണ്ട്. നിങ്ങളുടെ അപ്പർ ബോഡി ഫുള്ളായിട്ട്, അതേ കണക്ക് തന്നെ ലോവർ ബോഡിയും, നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽ, ഹാംസ്ട്രിങ് മസിൽ, നിങ്ങളുടെ ആപ്സ് മസിൽ, എല്ലാ മസിൽസിനെയും നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാൻ ഈ ഒരു വ്യായാമം സഹായിക്കും. ഞാൻ പറഞ്ഞത് കണക്ക് തന്നെ നിങ്ങളെല്ലാ വ്യായാമങ്ങളും 25-30 തവണ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതേ കണക്ക് നിൽക്കാം. ഞാൻ ഈ ചെയ്യുന്ന കണക്ക് കാല് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തിട്ട് നിൽക്കുക. അതിനുശേഷം ഇതേപോലെ ചെയ്യുക, മുകളിലോട്ട് കൊണ്ടുപോവുക. കാല് ചെറുതായിട്ട് ബെൻഡ് ചെയ്തുകൊണ്ട് കൈ പതുക്കെ കൊണ്ടുവന്ന് ഇതേപോലെ ബാക്കിലോട്ട് കൊണ്ടുപോവുക. ഓക്കെ, ഇതേപോലെ നൈസ്. ഇങ്ങനെ കാല് ചെറുതായിട്ട് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. അതിനുശേഷം കൈ ബാക്കിലോട്ട് കൊണ്ടുപോകുക. ഇതും ഫുൾ ബോഡി വർക്കൗട്ടാണ്. 25-30 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ശരീരത്തിലെ ഫുള്ള് ബോഡി മസിൽ പാർട്സുകളും ഫുൾ ഞരമ്പുകളും നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. അടുത്ത വ്യായാമം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതേപോലെ നിൽക്കാം. കാല് ഒരല്പം ബെൻഡ് ചെയ്ത് വേണം നിൽക്കാൻ. മുട്ട് അല്പം ബെൻഡ് ചെയ്ത് ഇതേപോലെ നിൽക്കുക. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് ചെയ്യുക. ഓക്കെ, കൈ നിങ്ങളുടെ സൈഡിലോട്ട് അല്പം ബെൻഡ് ചെയ്തതിന് ശേഷം കൈ ഇതേ കണക്ക് സൈഡിലോട്ട് കൊണ്ടുപോകുക, ഓരോ കൈയായിട്ട്. ഓക്കെ, ഈ വർക്കൗട്ടുകൾ നിങ്ങളുടെ ഹിപ്പ് മസിൽസിനെയും വയറിലെ മസിൽസിനെയൊക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ലോവർ ബോഡിയും നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കും. നിങ്ങൾ 25 പ്രാവശ്യം തൊട്ട് 30 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 25-30. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനൽ വർക്കൗട്ടാണ്. ഇതാണ്. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് നിങ്ങളെല്ലാം തന്നെ കണ്ടിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ കാലിൻ്റെ മുട്ട് ബെൻഡ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ വ്യായാമം ചെയ്യാം. അതല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്യുക. ഇതും നിങ്ങൾക്ക് ഒരു 25-30 പ്രാവശ്യം ചെയ്യാം. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. ഇത്ര വർക്കൗട്ടുകൾ നിങ്ങൾ ദിവസേന രാവിലെ ഫോളോ ചെയ്തോളൂ. ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാം. നിങ്ങളുടെ ഫുൾ ബോഡിക്കും നല്ല എക്സസൈസാണ്. നിങ്ങളുടെ ബോഡി ഫ്ലെക്സിബിലിറ്റിയൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നല്ല വ്യായാമങ്ങളാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ